വെയിലത്തിടുന്നതുകൊണ്ടോ മഴയത്തിടുന്നതുകൊണ്ടോ വണ്ടിക്ക് കുഴപ്പമില്ല. വണ്ടിക്ക് കുഴപ്പം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വാഷിങ്ങിലാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ടു ട്രെയിൻ യു ഓൺ ഹൗ ടു വാഷ് എ കാർ ബൈ യുവർ സെൽഫ്. പ്രൊഫഷണലി സ്വന്തമായിട്ട് എങ്ങനെ വാഷ് ചെയ്യാം, ഐ ആം റെഡി ടു ടെൽ യു ഹൗ ടു വാഷ്. ഞാൻ പറയുന്ന ഈസിയസ്റ്റ് വേ ആണ്, മടിയന്മാർക്കുള്ള വേ. ഡ്രോപ്പിംഗ് വണ്ടിയിൽ വീഴുകയാണെങ്കിൽ അതാണ് ഒരു പ്രശ്നം കണ്ടത്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ കഴുകിയിട്ടും പോകുന്നില്ല. ഇത് സംഭവം ബേ ഡ്രോപ്പിംഗ് ആണ്. അപ്പോൾ അതെന്താ ബേ ഡ്രോപ്പിംഗ് വീണാൽ എന്താ സംഭവിക്കുക? അത് അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ സാധനം ഭയങ്കര ഹാംഫുൾ ആണ്, ഡെഡ്ലി ഹാംഫുൾ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നല്ല സ്ട്രോങ് പ്രൊമേഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം വണ്ടി ഉപയോഗിക്കുന്നവർക്ക് 100% പ്രയോജനമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, പാലക്കാടുള്ള ഒരു ഫ്രണ്ട് സുനിൽ എന്ന് പറഞ്ഞൊരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പുതുതായിട്ട് ബലേനോ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി ബലേനോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെറാമിക് കോട്ടിങ് ചെയ്യണോ റോബിനെ എന്ന് ചോദിച്ചുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പം എനിക്കും അതൊരു വലിയ സംശയമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ സെറാമിക് കോട്ടിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ചെറിയ, കാരണം ലക്ഷറി വാഹനങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു വലിയൊരു മാൻഡേറ്ററി ഫാക്ടറായിട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എല്ലാവരും അതൊരു സ്റ്റാറ്റസിൻ്റെ സിമ്പലും കൂടെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ വണ്ടി എന്ന് പറയുന്നത് സെലീറിയാണ്. അപ്പോൾ ഈ സെലീറിയോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അന്നേരം മുതൽ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയാവുന്ന എൻ്റെ ഒരു റെഫറൻസിൽ വന്ന ഒരു കോൺടാക്റ്റാണ്. അങ്ങനെ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ പട്ടത്തുള്ള എഡ്ജ് ഡീറ്റെയിലിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹമാണെങ്കിൽ അധികം വണ്ടികളൊന്നും എടുക്കത്തില്ല, ഭയങ്കര ഒരു കർക്കശക്കാരനാണ്. കാരണം ഈ ഒരു പുള്ളിക്കാരന് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാത്രമേ ചെയ്യുകയുള്ളൂ. അന്ന് അഡ്വൈസസ് നല്ല രീതിയിലുള്ള അഡ്വൈസസ് പറയാം. കാരണം പുള്ളിക്കാരൻ ഭയങ്കര എക്സ്പേർട്ടാണെന്ന് മനസ്സിലായി. റോബിൻ എന്താണെങ്കിലും വണ്ടി കൊണ്ട് ഇങ്ങോട്ട് പോകാം, അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ വണ്ടിയുമായിട്ട് ഇവിടെ എഡ്ജ് ഡീറ്റെയിലിംഗ് സെൻറ്റർ, ട്രിവാൻഡ്രം പട്ടം അടുത്തുള്ള എഡ്ജ് ഡീറ്റെയിലിംഗ് സെൻറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ഇച്ചിരി ഉള്ളിലേക്ക് അകത്തേക്ക് കയറിയ ഒരു സ്ഥാപനമാണ്, ഒരു വീടിനോടനുബന്ധിച്ചിരിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ അദ്ദേഹം എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. മോനിഷ് ജി പ്ലീസ്. നമസ്കാരം. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞ വ്യക്തി ഇദ്ദേഹമാണ്. അപ്പോൾ നമ്മുടെ കാർ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചായിരുന്നു നമ്മുടെ വണ്ടി ഇപ്പോൾ 5 വർഷമായി. ഇപ്പം അദ്ദേഹം ഈ വണ്ടി ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡീറ്റെയിൽ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ കോട്ടിങ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ്. നമ്മുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ വന്ന കോലം എന്ന് പറഞ്ഞാൽ മുഴുവൻ ചെളി പിടിച്ചാണ് കിടക്കുന്നത്. ഇതിന് എനിക്ക് ചീത്തവണ്ടി കിട്ടുമെന്ന് അറിയത്തില്ല. ഓക്കെ. സോ നമ്മുടെ ഈ ഒരു വണ്ടി ഇപ്പോൾ 5 ഇയേഴ്സ് കഴിഞ്ഞ്, 5 വർഷം കഴിഞ്ഞ വണ്ടി. അത്യാവശ്യം ഞാൻ പലപ്പോഴും ചെറിയ തട്ടുമുട്ടുകളൊക്കെ വന്നിട്ട് കുറേ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക്കലി 5 വർഷമായെങ്കിലും വലിയൊരു ഡാമേജ് ഇല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വണ്ടി നന്നായിട്ട് ഷൈൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഒരുപാട് പൈസ മുടക്കാനും ഇല്ല. സോ വാട്ട് ഡു യു സജസ്റ്റ്? അപ്പോൾ അതിന് മുമ്പ് ഒരു സെക്കൻഡ് കേട്ടോ, ഞാനൊന്ന് പറയണം. അപ്പോൾ ഇദ്ദേഹത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇദ്ദേഹം എഡ്ജ് ഡീറ്റെയിലിങ്ങിൻ്റെ ഓണറാണ്. അങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണെന്ന് പറയുന്നതായിരിക്കും. BMW, നിസാൻ പോലുള്ള കമ്പനികളുടെ OEM സർവീസസ്, അതായത് വാല്യൂ ആഡഡ് ആയിട്ടുള്ള സർവീസസ് ഇത്രയും വലിയ ബ്രാൻഡുകൾക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അതിൻ്റെ അഡ്വൈസറും കൺസൾട്ടൻറ്റും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിനോളം അറിവുള്ള ഒരാളെ എനിക്ക് അടുത്ത കാലത്ത് കണ്ടുമുട്ടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും വലിയ ബ്രാൻഡ്സിന് വേണ്ടി ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം ഇത്രയും വലിയ കമ്പനി എങ്ങനെയാണ് അദ്ദേഹത്തെ റിലേ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാവുമെന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് അഗെയിൻ നമ്മുടെ ഈ വാഹനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിത് തിളങ്ങി കിട്ടണം. ഓക്കെ. അപ്പം ഐ ഹാവ് OEM, I am an OEM vendor. OEM vendor ആണ് ഫ്രം 2011 to അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. കാരണം OEM vendor എന്ന് പറയുന്നത് എന്താണെന്ന് കുറച്ചുകൂടെ പ്രേക്ഷകർ. OEM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OEM is original equipment manufacturer like BMW, Nissan ഒക്കെ ഒറിജിനൽ എക്യുപ്മെന്റ്. അപ്പം അവരുടെ ഡീലർ സൈഡിൽ നിങ്ങളിപ്പോൾ ഒരു വെഹിക്കിൾ BMW കൊണ്ടുവരുമായിരുന്നെങ്കിൽ ഫ്രം ദ ഇയർ 2012 on to 2020 നിങ്ങളുടെ വണ്ടി അകത്ത് ഈ പറയുന്ന ഷോറൂമിൻ്റെ അകത്ത് എൻ്റെ കമ്പനിയാണ് BMW സർവീസസ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. Okay, right from Platinum Classic to EVM till 2020. ഇപ്പം ഞാൻ ടോട്ടലി എക്സ്ക്ലൂസീവ്ലി റീറ്റെയിലേക്ക് മാറി. ഞാൻ വോളിയം ചെയ്യുമായിരുന്നു. ദാറ്റ് ഇസ് OEM വെൻഡർ നിസാൻ ആയിരുന്നു, BM ആയിരുന്നു, സ്കോഡ ഉണ്ടായിരുന്നു, ടൊയോട്ട ഉണ്ടായിരുന്നു. Now I am exclusively into retail. Retail. Then coming back to your vehicle. You came to me, എൻ്റെ അടുത്ത് വന്നത് 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഒന്നൊരു ഫ്രണ്ടിന്റെ ഒരു ബലീനോ ന്യൂ കാർ എന്ത് ചെയ്യണം. സോ ഐ വിൽ ഡു യു വാണ്ട് മീ ടു അതിന്റെ എക്സ്പ്ലനേഷൻ ആദ്യം അദ്ദേഹം കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ. കാരണം ബലേനോ എനിക്ക് നിയർലി 11 lakhs അല്ലെങ്കിൽ 11.5 ലക്ഷമാണ് പുതിയ വണ്ടി ടോപ്പ് എൻഡ് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപയാണ്. പിന്നെ അതിൽ എനിക്ക് അറിയേണ്ടത് റോബിനെ പോലെ തന്നെയാണോ റോബിന്റെ ഫ്രണ്ട്?
പോയിന്റ് എ ടു പോയിന്റ് ബി എത്താനാണോ ഈ വണ്ടി ഉപയോഗിക്കുന്നത് അത് ഈസി കാറിലാവുക? അതെന്നറിയോ, നമ്മൾ ഈ പുതിയൊരു വാഹനം അദ്ദേഹം മേടിച്ചപ്പോൾ അദ്ദേഹത്തോട് എല്ലാവരും സജസ്റ്റ് ചെയ്തു നിങ്ങൾ വണ്ടി മേടിക്കുമ്പോൾ തന്നെ ഈ സംഭവം ചെയ്യണം. പുള്ളിനെ എല്ലാവരും പേടിപ്പിച്ചു. മേ ബി അങ്ങനെ ആയിരിക്കും നമ്മൾ. ഇതില്ലാതെ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അതെ. അപ്പം പുള്ളി ഭയങ്കര കൺസേൺഡ് ആയിട്ടാണ് ചോദിച്ചത്. അവർക്ക് ഓൾറെഡി വേറൊരു വെഹിക്കിൾ ഉണ്ട്, ഓക്കെ, പക്ഷേ ഇപ്പോൾ സെക്കൻഡ് ഒരു വെഹിക്കിൾ ആയിട്ട് എടുത്തതാണ്. ബട്ട് ഹി വാണ്ട് ടു കീപ് ഹിസ് വെഹിക്കിൾ വെരി നീറ്റ്, വളരെ നീറ്റായിട്ട് വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടാവും എല്ലാവരും പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കസ്റ്റമേഴ്സ്, പുതിയ വണ്ടി മേടിക്കുന്ന കസ്റ്റമേഴ്സ് മനസ്സിലാക്കേണ്ടത് ഈ കോട്ടിംഗ് എന്ന് പറയുന്ന സാധനം ഇറ്റ് ഇസ് ആക്ച്വലി അതിന് വേറൊരു വാക്കുണ്ട്, പെയിന്റ് പ്രൊട്ടക്ഷൻ. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു പെയിന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ അഡീഷൻ ഉണ്ട്, ഓക്കെ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് പെയിന്റ് പ്രൊട്ടക്ഷൻ വേണോ വേണ്ടെന്ന് യു ഹാവ് ടു ഡിസൈഡ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. യു ഹാവ് ടു ഡിസൈഡ് ബിക്കോസ് യു ആർ ബൈയിങ്. ഇപ്പൊ മാരുതിയുടെ ഒരു കാറ് മേടിച്ചു, മാരുതിയുടെ ഒരു കാറ് മേടിക്കുന്നത് ഈ ബ്രാൻഡിനെയാണ് നിങ്ങൾ വിശ്വസിച്ച് മേടിക്കുന്നത്. ഇതിന്റെ മേളിൽ ചെയ്യുന്ന ഒരു പെയിന്റ് പ്രൊട്ടക്ഷനെ വിശ്വസിക്കുക അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് ദ റീസൺ ഇസ് നിങ്ങളുടെ കാറ് നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്ത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു റിസ്റ്റോറേഷൻ പൊസിഷനിൽ എത്താനായിട്ട് ഇറ്റ് ടേക്ക് 2 years ടൈം. ഇതിൽ വരുന്ന പെയിന്റിന്റെ സ്വാൾ മാർക്സ് ഡെവലപ്മെന്റ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ വണ്ടി കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ സ്വാൾ മാർക്ക് ഡെവലപ്മെന്റ്സ് വരും. നമ്മുടെ വാഷിംഗ് സ്ക്രാച്ചസ് എന്ന് പറയും, അതിനാണ് ഈ സ്വാൾ മാർക്സ് എന്ന് പറയുന്നത്. അപ്പം അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ഇഫ് യു വാഷ് യുവർ കാർ ഒരു മാസത്തിൽ ഒരു 4 പ്രാവശ്യം വാഷ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് വാഷിംഗ് എ കാർ ഫോർ 40 to 50 ടൈംസ് ആണ് ഈ ഒരു കാർ ഒരു വാഷിംഗ് അണ്ടർഗോ ചെയ്യുന്നത്. ഒരു 80 വാഷസ് ആവും ഒരു വളരെ നന്നായിട്ട് വാഷ് ചെയ്യുന്ന ഒരാളുടെ വണ്ടിയിൽ സ്വാൾ മാർക്സ് അക്യൂമുലേറ്റ് ചെയ്യാൻ. 80 വാഷ് കഴിഞ്ഞാണ് അക്യൂമുലേറ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വാഷ് ചെയ്യുന്ന ആളുടെ വണ്ടിയിലും സ്വാൾ മാർക്സ് അക്യൂമുലേറ്റ് ചെയ്ത് തുടങ്ങുന്നത് ഒരു 80 വാഷസ്. നിയർലി ഒരു 2 വർഷം 2.5 വർഷത്തിൽ അല്ലല്ല 80 വാഷസ് ഒരു 2 years അപ്രോക്സിമേറ്റ്ലി 2 years. പക്ഷെ ഒരു മോശമായിട്ട് വാഷ് ചെയ്യുന്ന ആളുടെ വണ്ടിയിൽ ആ സ്വാൾ മാർക്സ് 40 വാഷസ് നേരത്തെ വന്നു തുടങ്ങും. അപ്പം ഈ സ്വാൾ മാർക്സ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ വണ്ടിക്ക് ചുറ്റും എസ്പെഷ്യലി ഡാർക്ക് കളേഴ്സ് ചുറ്റും നടക്കുമ്പോൾ ഈ വണ്ടിയിൽ ഇങ്ങനെ പാടുകൾ കാണും, വട്ടത്തിലുള്ള പാടുകൾ. സോ ഈ നമ്മൾ ഈ പലതരം തുണികൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് ഈ സ്വാൾ മാർക്സ് ഡെവലപ്പ്, ഈ തുണിയുടെ ഫ്രിക്ഷൻ കാരണം വരുന്നതാണ്. ഈ സ്വാൾ മാർക്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാൾ മാർക്സിന്റെ ഇടയിൽ ദർ ഇസ് മൈക്രോപോർസ് ഡെവലപ്പിംഗ്. ഈ മൈക്രോപോർസിന്റെ ഇടയിൽ ക്ലേയിങ് സംഭവിക്കും. നമ്മുടെ പ്രൊഫഷണൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്ലേയിങ് സംഭവിക്കും, ചെളി പിടിക്കും. അപ്പൊ ഈ ചെളി പിടിക്കും. ഇതെല്ലാം മൈക്രോപോർസിന്റെ കാര്യമാണ് പറയുന്നത്. സോ ഇറ്റ്സ് എറ്റ് മൈക്രോസ്കോപ്പിക് ലെവൽ. അപ്പം ചെളി പിടിക്കും. ഇതിങ്ങനെ ഒരുപാടാവുമ്പോഴത്തേക്ക് സ്വാൾ മാർക്സ് കൂടി ചെളി പിടിച്ച് ഒരുപാടാവുമ്പോഴത്തേക്കാണ് നമുക്ക് തോന്നുന്ന വണ്ടി മങ്ങിയെന്ന്. സോ ഈ മൈക്രോപോർസിന്റെ അകത്ത് ഈ നമ്മളെ ക്ലേയിങ് നടക്കും. ക്ലേയിങ് എന്ന് പറഞ്ഞാൽ ചെളി പിടിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ചെളി പിടിക്കുന്നത് മാനസികമായിട്ട് നമ്മൾ മൊത്തത്തിൽ ചെളി പിടിച്ചു എന്നല്ല, എസ്പെഷ്യലി വെള്ള കാർസിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓവർ ദ ടൈം അതിനൊരു മഞ്ഞ കളർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അല്ലല്ല. അത് ഈ പറഞ്ഞ പോലെ റോങ് വാഷിംഗ്, പിന്നെ ഈ പറഞ്ഞ പോലെ മൈക്രോഫൈബർ, ഈ പറയാതെ റോങ് വാഷിംഗ് എന്ന് പറയുമ്പോൾ മൈക്രോഫൈബേഴ്സ് യൂസ് ചെയ്യാതെ വാഷ് ചെയ്യുമ്പോൾ അതിൽ ഹെയർ ലൈൻ സ്ക്രാച്ചസ് വരും. ഈ ഗ്യാപ്പിലെല്ലാം ഈ ചെളി കയറും. ഈ ചെളി കയറുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് വെള്ള വണ്ടിയിൽ യു കെൻ സി ആ മഞ്ഞ ഷെയ്ഡ് ഡെവലപ്പായി വരും. ആ സെയിം മഞ്ഞ ഷെയ്ഡാണ് ഈ ഡാർക്കർ കളേഴ്സിലും ഡെവലപ്പായി വരുന്നത്. പക്ഷേ അതിൽ മഞ്ഞയായിട്ട് കാണില്ല, നമുക്ക് ഒന്നും വണ്ടി ഫെയ്ഡായെന്ന്. അപ്പം നമ്മൾ അത് പിന്നെ ചെളി പിടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഒരു സംശയം, നമ്മുടെ ഈ വണ്ടിയൊക്കെ നമ്മൾ സ്ഥിരം വെയിലത്തൊക്കെ ഇടാറുണ്ട്. അപ്പോൾ വെയിലും മഴയും കൊണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചെളി പിടിക്കും. അല്ല, ചെളി പിടിക്കുന്നല്ല, ഇതിന്റെ കളർ പോകും. അപ്പം നമ്മുടെ തണലത്ത് മാത്രമേ എന്താണ് അഡ്വൈസ്? ഒരു വണ്ടി എത്ര വെയിലത്ത് കിടന്നാലും എത്ര മഴയത്ത് കിടന്നാലും അതിലൊരു ഹാംഫുൾ പ്രോസസ് ഇല്ല. അതിലൊരു ഹാംഫുൾ പ്രോസസ് ഇല്ല. പെയിന്റ് ഇസ് ഗുഡ് ഇനഫ്. അതിന്റെ ഒരു അറിവാണ് കേട്ടോ. വണ്ടി വെയിലത്തിടുന്നത് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വെയിലത്തിടരുത്. അത് കാരണം ഇന്റീരിയർ പ്ലാസ്റ്റിക്സിന്റെ ഒരു ക്വാളിറ്റിയൊക്കെ പ്രശ്നമുണ്ടാവും. എന്നാലും ഇത് അങ്ങനെ വെയിലത്തിടുന്നതുകൊണ്ടോ മഴയത്തിടുന്നതുകൊണ്ടോ വണ്ടിക്ക് കുഴപ്പമില്ല. വണ്ടിക്ക് കുഴപ്പം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വാഷിങ്ങിലാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ വാഷിംഗ് കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ വണ്ടിയുടെ ഏറെക്കുറെ പ്രശ്നങ്ങൾ തീർക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. സോ നമുക്കൊന്ന് കണ്ടു ചെയ്യാം. യെസ്, സോ ഈ വാഷിങ്ങിൽ യു ഹാവ് ടു ടേക്ക് കെയർ. പിന്നെ ഈ വെയിലത്തിടുന്നതും മഴയത്തിടുന്നതും വെഹിക്കിളിന് ഹാം ചെയ്യില്ല. ബട്ട് ഒരു കാര്യം പറയുക, വെയിലത്തിടുന്നു, നമ്മൾ മഴയത്തിട്ടു, ആ മഴയത്തിട്ടു, അന്ന് പിറ്റന്ന് വെയിലടിച്ചു, അങ്ങനെ മാറി അടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ യെസ് ഡെഫിനറ്റ്ലി ക്ലേയിങ് നടക്കും. വണ്ടിയിൽ ക്ലേയിങ് നടക്കും. രാത്രി മഴ പെയ്തു, രാവിലെ ആ മഴവെള്ളം വണ്ടി കിടക്കുക, അപ്പോഴത്തേക്ക് വെയിലടിച്ചു, നമ്മുടെ വണ്ടി ക്ലീൻ അല്ല, ആ ചെളി ഇതിലോട്ട് കയറി പിടിക്കും, മൈക്രോപോർസിനകത്ത് കയറും. മൈക്രോപോർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. അതായത് നമ്മുടെ കണ്ണിന് കാഴ്ചയിൽ പെട്ടെന്ന് നമുക്ക് വരത്തില്ല. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ പെയിന്റിനകത്ത് എല്ലാം ചെറിയ
ഹോൾസ് ഉണ്ടാവും, ചെറിയ ചെറിയ ഹോൾസ്. ആ ഹോൾസിനകത്തേക്ക് ചെളി കയറുന്ന പ്രോസസ്സിനാണ് ക്ലൈയിങ് അല്ലെ, അങ്ങനെയല്ലേ പറയുന്നത്? ഓക്കെ, ശരി. സോ ഇത് കയറും. പിന്നെ നമ്മൾ നോക്കുന്ന ഈ വെയിലും മഴയും എന്ന് പറയുമ്പോൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. മഴ കണ്ടിന്യൂസ് കൊണ്ടുകൊണ്ടിരുന്ന വണ്ടിക്ക് ഹാമില്ല, വെയിൽ കണ്ടിന്യൂസ് കൊണ്ടുകൊണ്ടിരുന്ന വണ്ടിക്ക് ഹാമില്ല. കുഴപ്പമുള്ളൂ. ഈ പറഞ്ഞ ഒരു രാത്രി മഴ പെയ്തു, രാവിലെ ആകുമ്പോഴത്തേക്ക് പിന്നെയും വെയിലടിച്ചു, ഇറ്റ് ഇസ് ബട്ട് നെഗ്ലിജിബിൾ ഹാം. നെഗ്ലിജിബിൾ ഹാം. അപ്പൊ കാരണവന്മാര് പറഞ്ഞ ശരിയാണ്, മഴയും വെയിലും കൊണ്ട പ്രശ്നമാണ്. സോ നെഗ്ലിജിബിൾ ഹാം ആണ്, ബട്ട് അത് കണ്ടിന്യൂസ് ആകുമ്പോഴത്തേക്ക് ഒരു ഹാം പ്രോസസ് ഇസ് ദേർ, ഹാം പാർട്ട് ഇസ് ദേർ. പക്ഷേ ഏറ്റവും കൂടുതൽ ഹാം നമ്മൾ വണ്ടിക്ക് കൊടുക്കുന്നതാണ് വാഷിങ്ങിൽ. നമ്മളാണ് ഹാം കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡ് ഡ്രോപ്പിംഗ് വണ്ടിയിൽ വീഴുകയാണെങ്കിൽ അതാണ് ഒരു പ്രശ്നം കണ്ടത്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ കഴുകിയിട്ടും പോകുന്നില്ല ഇത് സംഭവം. ബേർഡ് ഡ്രോപ്പിംഗ് ആണ്. അപ്പോൾ അതെന്താ ബേർഡ് ഡ്രോപ്പിംഗ് വീണാൽ എന്താ സംഭവിക്കുക? അത് അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ കഴുകേണ്ടതുണ്ടോ? ഇതിങ്ങനെ പെയിന്റ് പോകാനുള്ള കാരണം എന്താണ്? സോ ബേർഡ് ഡ്രോപ്പിംഗ് വീണ് കഴിഞ്ഞാൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഹാംസ് ദ പെയിന്റ്. ഓക്കെ, ബേർഡ് ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലല്ലേ, കാഷ്ടം, പക്ഷികളുടെ കാഷ്ടത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമ്മളത് ചിലരൊക്കെ വണ്ടിയിലൊക്കെ ദിവസങ്ങളോളം കാഷ്ടം ഇരിക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്താൽ എന്താണ് പ്രശ്നം? ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരാഴ്ച കഴുകാൻ വെയിറ്റ് ചെയ്തതിൻ്റെയാണ് അനുഭവം ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ അത് ബേർഡ് ഡ്രോപ്പിംഗ്സ് വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് പ്രോസസ്സ് നടക്കുന്നത്? ഓക്കെ, ബേർഡ് ഡ്രോപ്പിംഗ് ആൻഡ് ട്രീ സാപ്സ്, നമ്മുടെ ഈ മരത്തുനിന്ന് വരുന്ന കറ, മരത്തുനിന്ന് വരുന്ന കറ, കായ, ഈ രണ്ട് സാധനവും ഭയങ്കര ഹാംഫുൾ ആണ്, ഡെഡ്ലി ഹാംഫുൾ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നല്ല സ്ട്രോങ് സീലന്റ്, സെറാമിക് ഗ്രഫീൻ എന്ന് പറഞ്ഞ സ്ട്രോങ് സീലന്റ് ഇട്ടാൽ പോലും അത് ഒരു ടൈം ഫ്രെയിം വരെ ഈ ബേർഡ് ഡ്രോപ്പിങ്ങും ഈ പറഞ്ഞ ട്രീ സാപ്സും ഹോൾഡ് ചെയ്ത് തരത്തുള്ളൂ. സോ ദാറ്റ് ഡെഡ്ലി ആണ് ആ സാധനം. ഓക്കെ, PPF എന്ന് പറഞ്ഞ പെയിന്റ് പ്രൊട്ടക്റ്റീവ് ഫിലിംസ് ചെയ്താൽ പോലും ഡെഡ്ലി ആണ്. അതിനൊരു ലിമിറ്റ് ടൈം ഫ്രെയിമിനകത്ത് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയണം. ഓക്കെ, അപ്പം അതിന് ഞാൻ ഒരു ടിപ്പ് എന്താ പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ, സോ യു ആർ വെൽ ഡ്രസ്ഡ്, ഒരു ഓഫീസിൽ പോകാനായിട്ട് വണ്ടി കഴുകി ഇട്ടേക്കാണ്, അപ്പോഴത്തേക്ക് കറക്റ്റ് സമയത്ത് കഷ്ടം വന്ന് വീണു, യു ഡോ വോണ്ട് ടു സ്പോയിൽ യുവർ ഹാൻഡ്സ് ഓർ ഒന്നും ചെയ്യണ്ട. ഇത് ബേർഡ് ഡ്രോപ്പിംഗിൽ ലോട്ട് ഓഫ് നൈട്രേറ്റ് കണ്ടന്റ് ആണ്. അതാണ് ഈ ക്ലിയർ കോട്ടിനെ ബേൺ ചെയ്ത് കളയുന്നത്. ആൻഡ് ദെൻ അത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ കോട്ടിന്റെ താഴെ ബേസ് കോട്ടിലും പോകും. അപ്പോഴാണ് ഈ ക്രാക്സ് ഡെവലപ്പ് ചെയ്ത പോലെ നമുക്ക് കാണുന്നത്. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്, നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിന്റെ മേളിൽ ഒഴിച്ചേക്ക്, ഇറ്റ് ന്യൂട്രലൈസസ് ദ ബേർഡ് ഡ്രോപ്പ്. ട്രീ സാപ്പിന് അങ്ങനെയല്ല, കൈ കൊണ്ട് തട്ടി കളഞ്ഞേക്കുക, ദാറ്റ് ഇസ് ബെറ്റർ, ആൻഡ് ഡ്രോപ്പ് വാട്ടർ ഓവർ ഇറ്റ്. സോ ഇറ്റ് ന്യൂട്രലൈസസ് ദ പ്രോസസ്. അത് ചെയ്തു എന്ന് വെച്ച് വൈകുന്നേരം വന്ന് കഴുകണ്ടെന്ന് ഞാൻ പറയില്ല. അത് വൈകുന്നേരം നിങ്ങളുടെ ടിപ് ടോപ്പ് യൂണിഫോം മാറ്റിയിട്ട് യു ക്യാൻ വാഷ് ഇറ്റ് ഓഫ്. ബി കെയർഫുൾ വിത്ത് യുവർ ബേർഡ് ഡ്രോപ്പിംഗ്, ബി കെയർഫുൾ വിത്ത് യുവർ ട്രീ സാപ്സ്, അതായത് മരത്തുനിന്ന് വീഴുന്നതും കാഷ്ടവും. പിന്നെ ബി കെയർഫുൾ വിത്ത് യുവർ വാഷിംഗ്. പിന്നെ ഇഫ് യു വാണ്ട് മീ ടു ട്രെയിൻ യു ഓൺ ഹൗ ടു വാഷ് എ കാർ ബൈ യുവർ സെൽഫ്, പ്രൊഫഷണലി സ്വന്തമായിട്ട് എങ്ങനെ വാഷ് ചെയ്യാം, ഐ ആം റെഡി ടു ടെൽ യു ഹൗ ടു വാഷ് ഇറ്റ്. ഓക്കെ, വാഷിങ്ങിൽ there are few steps you have to follow. One thing is നമ്മൾ വണ്ടി വെയിലത്തിട്ട് വാഷ് ചെയ്യില്ല. വണ്ടി വെയിലത്തിട്ട് വാഷ് ചെയ്യില്ല. രണ്ടാമത്തെ തിങ് ഈസ് നമ്മൾ ഒരിക്കലും വണ്ടി ഓടി വന്ന ഉടനെ ഈ ചെളി പരുവത്തിൽ എടുത്ത് വെള്ളം എടുത്ത് ഇതിൽ ഒഴിക്കരുത്. കാരണം വേറൊന്നുമല്ല, ഇത് ഓൾറെഡി ഹീറ്റ് ആയിട്ട് നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന ബേസിക് തിങ്, ഇത് കുറച്ച് എക്സ്പാൻഡ് ആയി നിൽക്കുക. ഈ വെള്ളത്തെടുത്ത് ഒഴിക്കുമ്പോൾ ഈ അഴുക്കും കൂടെ വെച്ച് ഇത് കോൺട്രാക്ട് ചെയ്യും. മനസ്സിലായി. അതായത് ഈ പോറുകളിലേക്ക് ഓൾറെഡി ചെളി ഇറങ്ങിയിരിക്കുകയാണ്, ചൂടടിച്ചിരിക്കും, വികസിച്ചിരിക്കുന്ന പോറുകൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് കോൺട്രാക്ട് ആവും. പിന്നെ അത് പുറത്തെടുക്കാനായിട്ട് സയൻസ് ആണല്ലോ, പണ്ടത്തെ സ്കൂൾ ലൈഫിലേക്കൊക്കെ പോകേണ്ടി വരും. ഇല്ല, അത് കഴിഞ്ഞ് യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് ഓൺലി വിത്ത് പ്രൊഫഷണൽ ഹെൽപ്പ്. നമ്മളെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് വരേണ്ടി വരും. സോ അത് ചൂടോടെ എടുത്ത് ഒഴിക്കല്ല, മൈക്രോഫൈബർ യൂസ് ചെയ്യണം. ദെൻ അഗെയിൻ വെയിലത്തിട്ട് കഴുകല്, ദെൻ ചൂടത്തിട്ട് ഈ ബോണറ്റ് ചൂടായിരിക്കുമ്പോൾ വണ്ടി ചൂടായിരിക്കുമ്പോഴത്തേക്ക് വാഷ് ചെയ്യല്. ദീസ് ആർ ദ ടു ഡൂസ്, മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ വാഷിങ്ങിന് പോകുമ്പോഴത്തേക്ക് പ്ലീസ് ആസ്ക് ദെം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഫഷണൽ ടാർ റിമൂവേഴ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറയുക. പ്രൊഫഷണൽ ടാർ റിമൂവേഴ്സ്, അല്ലാതെ ഡീസൽ, പെട്രോൾ അതൊക്കെ യൂസ് ചെയ്യുന്നതോട് എനിക്ക് യോജിപ്പില്ല. പെയിന്റ് അല്ല, ഇറ്റ് ഡിറ്റീരിയറേറ്റ്സ് യുവർ ക്ലിയർ കോട്ട്. ഓരോ പ്രാവശ്യം അത് ചെയ്യുന്നതോറും ആ ക്ലിയർ കോട്ട് ഡിറ്റീരിയറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ക്ലിയർ കോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് തരുന്ന പ്രൊട്ടക്റ്റന്റ് ആണ്, പെയിന്റിന്റെ പ്രൊട്ടക്റ്റന്റ് ആണ്. അപ്പോൾ ആ ക്ലിയർ കോട്ടിൽ നമുക്ക് ഒരു ഇങ്ങനത്തെ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ കോട്ടിനെ എഫക്ട് ചെയ്യും. സോ ബെറ്റർ നോട്ട് ടു ഡു ഓൾ ദിസ് ഡീസൽ. ചെയ്യാം, ഈ ടാറൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പ്രൊഫഷണൽ മെറ്റീരിയൽസ് ഒരുപാട് കമ്പനീസ് തരുന്നുണ്ട്. അത് യൂസ് ചെയ്ത് ഒരു 5 months ഡൗൺ ദ ലൈൻ ഒരിക്കൽ ചെയ്താൽ മതി. ഓരോ പ്രാവശ്യവും വാഷിങ്ങിന് ചെല്ലുമ്പം ഈ ഡീസലും പെട്രോളും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിൽ ബ്രിങ് ഡൗൺ യുവർ ക്ലിയർ കോട്ട്.
കണ്ടന്റ്. അപ്പം ഡീസൽ ഇട്ട് അതൊരു വലിയ അറിവാണ്. കാരണം പല ഗ്രൂപ്പുകളിലും എല്ലാവരും ചോദിക്കും ടാർ പറ്റി എന്ത് ചോദിക്കാൻ പറയാം. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഡീസലും പെട്രോളും ഇട്ട് കഴിയാമോ എന്നുള്ളതാണ്. ഡീസൽ വാഷ് വേണമെന്ന് വരെ പ്രൊഫഷണലായിട്ട് അത് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിന്റെ ക്ലിയർ കോട്ട് കട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മളിവിടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. കാരണം ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് മാത്രം ചെയ്യാം. സോ അഗെയിൻ നമുക്ക് ബാക്കി തിരിച്ചു വരാം. പിന്നെ ഡീസൽ യൂസ് ചെയ്യല്ല, ഈ ഡീസൽ യൂസ് ഇതാണ് ഡോണ്ട് ഡൂസ് ഓഫ് വാഷിംഗ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടി വീട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ബക്കറ്റ് എടുത്ത് മാറ്റി വെക്കുക. ബക്കറ്റ് യൂസ് ചെയ്യല്ല. ആൻഡ് ദെൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഹോസ് ഉണ്ടെങ്കിൽ പ്രഷർ ഗൺ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പ്രഷർ ഗൺ പ്രഷർ ഗൺ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇല്ലെങ്കിൽ മേടിക്കണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രഷർ ഗൺ ആൻഡ് ത്രെഡ്മിൽ എനിക്ക് രണ്ടും ഒന്നായിട്ടാണ് തോന്നിയിട്ടുള്ളൂ. 2 ദിവസം ഉപയോഗിക്കും, പിന്നെ അത് ഉണങ്ങാൻ ഉപയോഗിക്കും. സോ പ്രഷർ ഗൺ മേടിക്കില്ലെന്ന് ഞാൻ പറയാം. എന്റെ കസ്റ്റമേഴ്സ് മേടിച്ചവർ ആരും യൂസ് ചെയ്യുന്നില്ല. സോ വാട്ട് ഐ എം സേയിങ് ഈസ് നിങ്ങൾ ആദ്യം വെള്ളം ഹോസ് ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുക മൊത്തം. വെയിലത്തിട്ട് ചെയ്യല്ല. ഏർലി മോർണിംഗ് ഓർ ലേറ്റ് ഈവനിങ്, വെയിലില്ലാത്ത സമയത്ത് ചെയ്യുക. സോ ഇതൊക്കെ ചെയ്യണം. സോ വെള്ളം ഒഴിച്ച് കളയാം. ഈ നമ്മുടെ ഈ മഡ് ഗാർഡ്സ്, മഡ് ഫ്രെയിംസ്, ഈ പറയുന്ന മഡ് ഫ്രെയിംസിലൊക്കെ കുറച്ചധികം വെള്ളം ഒഴിച്ച് നമുക്ക് ചെളി കളയാൻ പറ്റുന്നത്ര കളയാം. ആ ചെളി കഴിയാൻ പറ്റുന്നതിന് കഴിഞ്ഞതിന് ശേഷം വാട്ട് യു ഹാവ് ടു ഡു ഇസ് നമ്മൾ റണ്ണിങ് വാട്ടർ, ആ വാട്ടറിന്റെ ഫുൾ സ്പീഡ് ഉണ്ടല്ലോ ഹൗസ്, ആ സ്പീഡ് കുറയ്ക്കുക. എന്നിട്ട് ആ കുറച്ചതിന്റെ അടിയിൽ, റണ്ണിങ് വാട്ടറിന്റെ അടിയിൽ മൈക്രോഫൈബർ, ഏതെങ്കിലും ഒരു മൈക്രോഫൈബർ 350 GSM ആമസോണിലൊക്കെ ഒരുപാട് കിട്ടും. ഇനി മേടിക്കുക, 2 or 3 മേടിക്കുക. മൈക്രോഫൈബർ മേടിക്കുക. കളർ ഡിഫറെന്റ് കളർ ആണെങ്കിൽ യു വിൽ നോ ഏതാണ് വെറ്റ് ഏതാണ് ഡ്രൈ. 2 or 3 മേടിക്കുക. ഈ റണ്ണിങ് വാട്ടറിന്റെ അണ്ടറിൽ വെച്ച് ഈ സാധനം പതുക്കെ വാഷ് ചെയ്ത് ഇറക്കുക. ഞാനിത് ഏറ്റവും ഒരു സൈഡിലേക്ക് വൺ ഡയറക്ഷനിൽ വാഷ് ചെയ്ത് ഇറക്കുക. അങ്ങോട്ട് ശറപറാതെ നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ല, വളരെ നീറ്റ് ആയിട്ട് ഒരു വശത്തേക്ക് വാഷ് ചെയ്യാം. സോ വാഷ് ചെയ്ത് ഇറക്കുക. ആൻഡ് ഇതിനിപ്പം ഞാൻ പറയുന്ന ഈസിയസ്റ്റ് വേ ആണ്, മടിയന്മാർക്കുള്ള വേ. വാഷ് ചെയ്ത് ഇറക്കുക. അപ്പൊ ഈ വാഷ് ചെയ്ത് ഇറക്കുമ്പോൾ വൺ തിങ് യു ഹാവ് ടു സേ, റണ്ണിങ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യണത് ഈസ് ആസ് എ ലൂബ്രിക്കന്റ് ബിറ്റ്വീൻ ദ ക്ലോത്ത് ആൻഡ് ദ പെയിന്റ്. ഇത് ഈ പെയിന്റും ഈ ക്ലോത്തും ആയിട്ടുള്ള പിടുത്തം കുറയ്ക്കുക, സോഫ്റ്റ് ആയിട്ട് പിടിക്കുക. സോ 1 or 2 or 3 പ്രാവശ്യം യൂസ് ചെയ്ത് അഴുക്ക് കളയുക. ഒറ്റ പിടുത്തം പിടിച്ച് അഴുക്ക് കളയല്ല. പണി തീർക്കാൻ വേണ്ടി ഒറ്റ അടിക്ക് തേച്ച് അവിടുത്തെ അത്രയും ഇത് ചെളി കളയാന്ന് വിചാരിക്കേണ്ട. 2 or 3 പ്രാവശ്യമായിട്ട് ചെയ്യുക, വണ്ടിക്ക് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ. സോ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് റൗണ്ട് വാഷ് ഓഫ് ചെയ്തിട്ട് ബക്കറ്റ് എടുത്ത് മാറ്റി വെക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബക്കറ്റിൽ സോപ്പ് മിക്സ് ചെയ്ത് ബക്കറ്റിൽ നിന്ന് സോപ്പ് എടുത്ത് വണ്ടിയിൽ വാഷ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി 3 ഡിപ്പിംഗ് കഴിയുമ്പോൾ അതിന്റെ അടിയിൽ മൺതരി ഉണ്ടാവും. ആ മൺതരി എന്തായാലും പെയിന്റിൽ സ്ക്രാച്ച് വീഴും. നമ്മൾ ഈ ഫെൻഡർ ഒക്കെ കഴിയുമ്പോൾ ചെളി പിടിച്ചിരിക്കും, നമ്മൾ അത് തന്നെ നമ്മൾ തുടച്ചു കഴിഞ്ഞ് ബക്കറ്റിൽ മുക്കി കഴിഞ്ഞാൽ വരും. സോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൈ ഐ എം ഹോൾഡിംഗ് ദിസ് ഇസ്, ഇതിന്റെ അകത്ത് ഒരു 10% ഷാംപൂ യൂസ് ചെയ്തിട്ടുണ്ട്, ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു വെറും ഗാർഡനിങ് സാധനമാണ്. യു ക്യാൻ ബൈ ഇറ്റ് ഫോർ 200 or 300 ഫ്രം ദ മാർക്കറ്റ്. ഇതിന്റെ അകത്ത് ഷാംപൂ മിക്സ് ചെയ്യുക, spray the shampoo with this and then wash it down. മനസ്സിലായി? ബക്കറ്റ് യൂസ് ചെയ്യല്ല, യൂസ് ദിസ്. അപ്പൊ സ്ക്രാച്ചസ് വരാൻ ചാൻസ് ഇല്ല, നിങ്ങൾ ഒന്നും ഡിപ്പ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സെന്ററിലൊക്കെ കട്ട ചെളി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇത് അടിക്കുക ആൻഡ് ദെൻ മേക്ക് ഇറ്റ് ലൂസ്. മേക്ക് ദ ഈ ഗ്രിറ്റ് ലൂസ് ആക്കുക, എന്നിട്ട് വാഷ് ഓഫ് ചെയ്യുക. അപ്പം മൈക്രോഫൈബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. മൈക്രോഫൈബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം സ്ക്രാച്ച് വീഴും. ആൻഡ് ദെൻ ഷാംപൂ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഷാംപൂ ഇതിൽ അപ്ലൈ ചെയ്ത് ഇത് ചെയ്തതിന് ശേഷം ഫൈനലി മേക്ക് ഷുവർ യു കീപ് 2 ക്ലോത്ത്സ് ടു ഡ്രൈ. അത് ഒന്ന് വിൻഷീൽഡ് ഡ്രൈ ചെയ്യാനും മറ്റേ ക്ലോത്ത് ബോഡി പാർട്സ് ഡ്രൈ ചെയ്യാനും. ആൻഡ് ഈ പ്രോസസ് എല്ലാം ചെയ്യേണ്ടത് ടോപ്പ് ഡൗൺ, മേളിൽ നിന്ന് താഴേക്ക്. അല്ലാതെ നമ്മൾ ഇവിടെ ചെയ്ത് അവിടെ ചെയ്യല്ല. അവിടെ നിന്നുള്ള അഴുക്ക് എന്തെങ്കിലും വാഷ് ഓഫ് ചെയ്ത് താഴേക്ക് വരും. ഇവിടെ നിന്ന് ചെയ്ത് അങ്ങോട്ട് പോവാണെങ്കിൽ നമുക്ക് ഡബിൾ പണിയാവും. സോ ഓൾവേസ് ടോപ്പ് ഡൗൺ. മുകളിൽ നിന്ന് താഴോട്ട് വേണം വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, താഴെ വാഷ് ചെയ്ത് വെച്ചാൽ മുകളിൽ കഴുകുമ്പോൾ, അതായത് എനിക്ക് തോന്നുന്നു ആദ്യം റൂഫ് കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്റ്റാർട്ട് വിത്ത് ദ റൂഫ് കം ഡൗൺ. നമുക്കൊക്കെ ഉള്ള പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എല്ലാം കഴുകും, റൂഫ് അങ്ങനെ പൊതുവെ കഴുകാറില്ല. എന്നിട്ട് ലാസ്റ്റ് റൂഫ് കഴുകുമ്പോൾ ആ ചെളി വീണ്ടും ഒലിച്ചിറങ്ങും. അപ്പം ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് കഴുകുക. സോ ഇത് സോഫ്റ്റ് ആയിട്ട് കഴുകി ഇറക്കാം. ഓക്കെ, എന്നിട്ട് ഇത് കഴുകി ഇറക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഒരു പാനലിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. അതേപോലെ തന്നെ എല്ലാ പാനലും കഴുകി ഇറക്കിയതിന് ശേഷം
ഈ പറഞ്ഞ പോലെ ഡ്രൈ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഇത് പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യുക, തുടയ്ക്കണം, ഡ്രൈ ചെയ്യുക. ഒരു വെഹിക്കിൾ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഹാം എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്തിട്ട് അത് ഡ്രൈ ചെയ്യാതിരിക്കുക. അയ്യോ, ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഹാം ചെയ്തിട്ടുണ്ട്. വെയിലത്തിട്ട് ഉണക്ക് വേണ്ടി. യെസ്, നിങ്ങൾ വെയിലത്തിട്ട് ഉണക്കാനേ പാടില്ല, വാട്ടർ മാർക്സ് പിടിച്ചിരിക്കും. ഇവിടെ എല്ലാം ഉണ്ട് വാട്ടർ മാർക്ക്, ഒരുപാടുണ്ട്. ഗ്ലാസ്സിൽ, എസ്പെഷ്യലി ഗ്ലാസ്സിലൊക്കെ അല്ലേ, ഗ്ലാസ്സിൽ. സോ വാട്ടർ മാർക്ക് പിടിച്ചിരിക്കും. ആൻഡ് ഇത് ഇസ് ഫോർ ഈസി വാഷ് വേ. ഇത് ഡ്രൈ ചെയ്യണം, പ്രോപ്പർലി ഡ്രൈ ചെയ്യണം. വാഷ് ചെയ്താൽ ഡ്രൈ ചെയ്യാൻ സമയമില്ലെങ്കിൽ വാഷ് ചെയ്യില്ല. യു ആർ ഹാമിങ് യുവർ കാർ. കഴുകി തുടയ്ക്കാൻ സമയമില്ലാത്തവൻ വാഷ് ചെയ്യാൻ പോകരുത്, അതാണ് പറഞ്ഞു വരുന്നത്. നോ, വെരി സീരിയസ്ലി തുടയ്ക്കാൻ ഡ്രൈ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ ആ വണ്ടി വാഷ് ചെയ്യില്ല. ബിക്കോസ് ആ വണ്ടി വാഷ് ചെയ്യാനുണ്ട് നിങ്ങൾ അതിന് കുറച്ചുകൂടെ ദ്രോഹമാണ് ചെയ്യണം. ഓക്കെ, ഡ്രൈ ചെയ്യണമെങ്കിൽ വണ്ടി വാഷ് ചെയ്യണം. ആൻഡ് ദെൻ ഈ പറഞ്ഞ പോലെ യു ക്യാൻ യൂസ് ഷാംപൂ, ഓട്ടോമൊബൈൽ ഷാംപൂ, എനി ഷാംപൂ ഫ്രം അല്ലല്ല ഓട്ടോമൊബൈൽ ഷാംപൂ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഈ സാധാരണ ഈ ടാക്സി ഓടിക്കുന്നവരെല്ലാം പെട്ടെന്ന് എളുപ്പത്തിന് 2 രൂപയുടെ ഷാഷ കൊണ്ട് ചെയ്യാറുണ്ട്. ഇല്ല, സി അവർക്ക് ചെയ്യാം, ബട്ട് യു കം ടു മീ ഫോർ പ്രൊഫഷണൽ അഡ്വൈസ്. ഹെയർ ഷാംപൂവും ഓട്ടോമൊബൈൽ ഷാംപൂ ആയിട്ടുള്ള ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ pH കണ്ടന്റ്, പെർസെന്റേജ് ഓഫ് ഹൈഡ്രജന്റെ ഡിഫറൻസ് ഉണ്ട്. രണ്ടാമത്തെ ഡിഫറൻസ് ഓട്ടോമൊബൈൽ ഷാംപൂവിന്റെ അകത്ത് എന്താ കണ്ടന്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ ലൂബ്രിക്കന്റ് ബിറ്റ്വീൻ യുവർ ക്ലോത്ത്. അതാണ് അതിന്റെ മേജർ അഡ്വാൻറ്റേജ്. ലൂബ്രിക്കന്റ് ബിറ്റ്വീൻ, ഇറ്റ് ആക്ട്സ് ആസ് എ ലൂബ്രിക്കന്റ് ബിറ്റ്വീൻ യുവർ ക്ലോത്ത് ആൻഡ് യുവർ പെയിന്റ്. അപ്പം ഈ സ്വേൾ മാർക്സ് ഒക്കെ വരുന്നത് നമ്മൾ മൈക്രോഫൈബർ ക്ലോത്ത് യൂസ് ചെയ്തില്ലെങ്കിൽ സ്വേൾ മാർക്സ് ഡെഫിനറ്റ്ലി കയറും. സോ including microfiber cloth swirl marks develop ചെയ്യും. But I told you have a margin of 80 washes. നന്ന രീതിയിൽ ഇത് സോഫ്റ്റ് ആയിട്ട് പിടിക്കും തോറും 80 വാഷസ് വരെ എത്തും ആ സ്വേൾ മാർക്സ് കയറാൻ. ഏറ്റവും എക്സ്പോർട്ട് വിചാരിച്ചാൽ 80 വാഷ് വരെ നമുക്ക് കിട്ടും. 80 വാഷ് വരെ. ഇപ്പം എല്ലാം ഞാനാണ് വാഷ് ചെയ്യണമെങ്കിൽ, എൻ്റെ കാർ ഞാനാണ് വാഷ് ചെയ്യണമെങ്കിൽ 80 വാഷസ് കഴിയുമ്പോൾ എനിക്ക് കാണാം സ്വേൾ മാർക്സ് വരുന്നത് കാണാം. സോ അപ്പം ഈ പറഞ്ഞ ഈ സ്വേൾ മാർക്സ് വരുന്ന ഈ ഷാംപൂ ആക്സസ് ലൂബ്രിക്കൻറ്റ്. സോ ഞാൻ ഈ പറഞ്ഞത്, അപ്പം വെൻ യു യൂസ് എ ഷാംപൂ, മടിയില്ലെങ്കിൽ അത് ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബട്ട് ഷാംപൂ യൂസ് ചെയ്യുമ്പം അത് പ്രോസസ് 2 സ്റ്റെപ്പ് കൂടും. ആ ഷാംപൂ വാഷ് ഓഫ് ചെയ്യണം, പിന്നെ രണ്ടാമത് അത് ഡ്രൈയിങ് ചെയ്യണം. ഡ്രൈയിങ് നമ്മൾ ആദ്യം പറ്റും, പക്ഷേ ഷാംപൂ വാഷ് ഓഫ് ചെയ്യണം. അപ്പോൾ ഒരു ഹോൾ ലെയർ വണ്ടിയുടെ ചുറ്റും പിന്നെ നിങ്ങൾ നടക്കേണ്ടി വരും. നിങ്ങളൊരു ആദ്യം പറഞ്ഞ പ്രോസസ്സിൽ യു വിൽ ഫിനിഷ് യുവർ വാഷിംഗ് ഇൻ 20 to 25 minutes. രണ്ടാമത് പറഞ്ഞ പ്രോസസ് യു വിൽ ടേക്ക് 50. ഷാംപൂ യൂസ് ചെയ്യണമെങ്കിൽ 50 minutes എടുക്കും, 50 minutes എടുക്കും. ഈ ഒരു കാർ വാഷ് ചെയ്യാൻ വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ യു ടേക്ക് 6.5 and all. അപ്പം ഒരു 50 minutes എടുക്കും. സോ യു ക്യാൻ ചൂസ് വിച്ച് വൺ ടു ചൂസ്. പക്ഷേ അഗെയിൻ ഡ്രൈ ചെയ്തില്ലെങ്കിൽ പറ്റില്ലെങ്കിൽ വാഷ് ചെയ്യല്ല. ആൻഡ് വെൻ യു കെയിം ആൻഡ് ആസ്ക് മീ അബൌട്ട് ആ ബലീനോയിലെ കാര്യം ഞാൻ പറഞ്ഞ, അപ്പോൾ ആ കസ്റ്റമറിന് ചൂസ് ചെയ്യാം whether he wants to wait for this 80 washes ആ swirl marks ഡെവലപ്പ് ചെയ്യുന്നവർ. പിന്നെ ഈ swirl marks ഡെവലപ്പ് ചെയ്യുന്നത് if he uses high, അപ്പോഴാണ് he has to choose whether he wants nano sealants. നാനോ സീലൻസ് എന്ന് പറഞ്ഞാൽ ഈ swirl marks ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ അത്ര പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഇറ്റ്സ് എ ഗ്ലോസ് സീലന്റ്. അപ്പം സെറാമിക്കിനെ നാനോ എന്നാണ് പറയുന്നത്. ഐ എം സെയിങ് ഗ്ലോസ് സീലൻസ്, സോറി, നാനോ എന്നുള്ള ഗ്ലോസ് സീലൻസിന് ഗ്ലോസ് നിങ്ങളുടെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. swirl marks ഡെവലപ്പ് ചെയ്യാതിരിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും സാധാരണ സീലൻസിന് ഉണ്ടാവില്ല. അപ്പോഴാണ് ഹി ഹാസ് ടു ചൂസ് അത് സെറാമിക് വേണോ ഗ്രഫീൻ. പക്ഷെ സെറാമിക് എന്ന് പറയുമ്പോൾ ഈ swirl marks ഒക്കെ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഈ swirl marks ഡെവലപ്മെന്റ് ഒക്കെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. ഗ്രഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയും കാട്ടി കൂടുന്നൊന്നുമില്ല. ഗ്രഫീൻ ഇസ് എ ഡിഫറെന്റ് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ, ഡിഫറെന്റ് വേ ഓഫ് പ്രൊട്ടക്ഷൻ. സെറാമിക് ഇസ് എ ഡിഫറെന്റ് തിങ്. വാട്ട് ഇസ് ബെറ്റർ ദാൻ വാട്ട് എന്നൊന്നും പറയാനായിട്ട് സമയമായിട്ടില്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. സോ ഇതാണ് ആ സീലന്റ് ഏതാണ് ചൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഈ ഒരു തോട്ട് പ്രോസസ്സാണ്. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ട്രീറ്റ്മെന്റ്സ് ചെയ്തെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ നമ്മൾ എങ്ങനെ സർവീസ് ചെയ്യുന്ന പോലെ ഏത് കോട്ടിങ് ചെയ്താലും അല്ലേ, അങ്ങനെ തന്നെ പറഞ്ഞു. അല്ലാതെ നമ്മൾ ഇന്നത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയാസം പോലെ പ്രൊട്ടക്റ്റിന്റെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ കുറച്ച് ഹെൽപ്പ് ചെയ്യും. കുറച്ചുകൂടെ മടിയന്മാരെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു ഇത് മാത്രമേ അല്ല, ഒരു ലെറ്റ്സ് സേ ഒരു 30% കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് വരുന്നത് സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടി ക്ലീൻ, പെട്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടി ക്ലീൻ. അതാണ് അവരുടെ പ്രതീക്ഷ. ഈ സംഭവം നടക്കും ജർമ്മനി, യൂറോപ്പ് എന്ന് പറഞ്ഞ കൺട്രീസ്. ബിക്കോസ് അവിടെ പൊടി മാത്രമേ പിടിക്കുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ പൊടിയല്ല പിടിക്കുന്നത്, നമുക്ക് ചള്ളയും ഉണ്ട്, ചെളിയൊക്കെ. അപ്പം ഈ ചള്ളയൊന്നും ഈ ഒഴിച്ച രീതിയിലൊന്നും പോകത്തില്ല വണ്ടിയിൽ നിന്ന്. നമുക്കത് മാനുവലി ഈ പറഞ്ഞ പോലെ ഇതൊക്കെ സെറാമിക് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അത് വാഷ് ചെയ്താലേ ആ ഫിനിഷിംഗ് വരുള്ളൂ. സെറാമിക്കിൽ വെള്ളം ഒഴിച്ചിട്ട് പോവാം, ഒരു വിധം വൃത്തിയാകുന്നേ ഉള്ളൂ. പക്ഷെ ആ വൃത്തിയാകലിൽ സ്വന്തമായിട്ട് ഹാപ്പി ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ
വെള്ളമൊഴിച്ചു വണ്ടി കഴുകാനായിട്ടും സെറാമിക് ചെയ്യാനായിട്ട് വരണ്ട. ബിക്കോസ് അത് അങ്ങനെ വൃത്തിയാവില്ല. വാഷിംഗ് ആയിട്ട് തന്നെ ചെയ്യണം. സെറാമിക് ഇസ് ജസ്റ്റ് എ പ്രൊട്ടക്റ്റന്റ് വിച്ച് ഹോൾഡ്സ് യു, ഹെൽപ്സ് യു ഫ്രം ഈ ബേർഡ് ഡ്രോപ്പ് വീണാൽ കുറച്ചുകൂടെ ടൈം തരും നിങ്ങൾക്ക് അത് വാഷ് ഓഫ് ചെയ്യാൻ, അത് പെനട്രേറ്റ് ചെയ്യാൻ ടൈം തരും. ഗ്രഫീൻ അങ്ങനെ ഒരു സീലന്റ് ആണ്. സോ നിങ്ങളുടെ വണ്ടിയിൽ ഏതൊരു സീലന്റ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ആ ടൈം കൂടും, പ്രൊട്ടക്ഷൻ കൂടും. അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ദ വേ ഓഫ് ഹാൻഡ്ലിങ് യുവർ വെഹിക്കിൾ. അത് കഴിഞ്ഞ് ഒരു 1 or 2 years when you EMI ഒക്കെ ഒന്ന് അടച്ച് ഹാപ്പി ആകുമ്പോൾ യു ക്യാൻ കം ഫോർ എ റെസ്റ്റോറേഷൻ ലൈക്ക് യു കം. ബിക്കോസ് ഇതിപ്പോൾ 5 years റൈറ്റ് ടൈം ടു ഡു എ റെസ്റ്റോറേഷൻ പ്രോസസ്. ഈ റെസ്റ്റോറേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു വെദർ യു വോണ്ട് ടു കീപ് ദ കാർ ഫോർ 5 years. അങ്ങനെയാണെങ്കിൽ ഡു യു വോണ്ട് ടു ഗോ ഫോർ എ ഹെവി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വലിയ സീലൻസ് ഒക്കെ ഇട്ടുള്ള ട്രീറ്റ്മെന്റ്, അത് ഇനി ഒരു റെസ്റ്റോറേഷൻ ചെയ്ത് പിന്നെയും ഇത് ഓടിക്കണോ, ഇത് ഓൾ ഇസ് അപ് ടു ദ കസ്റ്റമർ. പക്ഷേ ഈ കസ്റ്റമറിന് ഓൾ ഐ ഡു ഇസ് ഐ മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് ഇതൊക്കെയാണ് എൻ്റെ അവൈലബിൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ എൻഡ് ഫീച്ചേഴ്സ്. അല്ലാതെ ദർ ഇസ് നോ പോയിന്റ് ഇൻ ടെല്ലിംഗ് ദ കസ്റ്റമർ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് എ കസ്റ്റമർ കംസ് ഇൻ ആസ്കിംഗ് ഫോർ സെറാമിക്, it is not his problem. It is not his, because he has been communicated only ceramic. Detailing ennu parnal everybody, most of the customers in the his thought process ceramic ennu parnal detailing. No, adil restoration process maatrana ചെറിയ എന്തു പറയാ പൈസയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. It is not like you have to spend a lot of money on detailing. This is my ആണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പം ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബലേനോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം 80 വാഷ് വരെ നമ്മൾ 2 വർഷം വരെ നമ്മൾ കൃത്യമായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് കഴിവതും നമുക്ക് പെയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വാഷിങ്ങിൻ്റെ രീതികൾ നമ്മൾ മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെറാമിക് അല്ലെങ്കിൽ മറ്റുള്ള കോട്ടിങ്സ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടെന്ന് പറയുന്നില്ല, പ്രീമിയം വാഹനങ്ങളിൽ ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. കാരണം BMW, Mercedes പോലുള്ള 1 കോടി രൂപ അല്ലെങ്കിൽ 50 lakhs എബോവുള്ള വെഹിക്കിളിലേക്ക് നമ്മൾ ചെയ്യുമ്പം അഡീഷണൽ ഉള്ളൊരു പ്രൊട്ടക്ഷൻ വരും. പക്ഷേ ബേസിക്കലി ഇതുപോലുള്ള ചെറിയ കാറുകൾ, ഇതിപ്പോൾ 6 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ബലേനോ അത് ടോപ്പ് എൻഡ് വരുവാണെങ്കിൽ പോലും 11.5 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് നമ്മൾ 20,000 അല്ലെങ്കിൽ 30,000 രൂപ കൊടുത്ത് ഇങ്ങനത്തെ കോട്ടിങ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനം ടോട്ടൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് 45,000 to 50,000 റുപ്പീസ് ആവുള്ളൂ. 50,000 രൂപയാവുള്ളൂ ഈ വണ്ടി മുഴുവൻ റീപെയിൻറ്റ് ചെയ്യാൻ, കമ്പനി പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ബലേനോ ആണെങ്കിൽ പോലും അത് റീപെയിൻറ്റ് ചെയ്യാനായിട്ട് അറൗണ്ട് 60 ഒക്കെ ആകുമായിരിക്കും, അതിൽ കൂടുതലൊന്നും ആകും തോന്നുന്നില്ല. അപ്പം അതിനുവേണ്ടിയാണ് നമ്മളൊരു 3 വർഷത്തെ ഒരു കോട്ടിംഗ് ആയിട്ടുള്ള ഈ പറയുന്ന സെറാമിക് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറിയ വാഹനങ്ങളെ സംബന്ധിച്ചോളം എൻ്റെ ഒപ്പീനിയനും സാറ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതും നമ്മൾ വൃത്തിയായിട്ട് വാഷ് ചെയ്ത് മാക്സിമം കൊണ്ടുപോകും, അതിനുശേഷം ചെറിയൊരു റീസ്റ്റോറേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യാം. ഓക്കെ, വാല്യൂ ഫോർ മണി എന്താണെന്ന് യു ഹാവ് ടു ഡിസൈഡ്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ റീപെയിന്റിംഗ് വാല്യൂ ഈസ് അറൌണ്ട് 50,000 rupees എന്ന് വെക്കുക. സോ ഡു യു വോണ്ട് ടു സ്പെൻഡ് a 30 or 35 or 25,000 rupees to protect your 50,000 rupee product? അതെ ആ ഒരു രീതിയിൽ ചിന്തിക്കാം. യു ക്യാൻ, ബിക്കോസ് a customer owning a Celerio can think or should think that way. അത് ചിന്തിക്കാം. So that is my process on what treatment he should take. But one more thing I tell you, ഈ Polo GT ഒക്കെ യൂസ് ചെയ്യുന്ന വെരി യങ് ബ്ലഡ്സ് ആണ്, അവർക്ക് ഭയങ്കര പാഷനറ്റ് ആണ്. സോ അവർക്ക് their car if they ഈ ട്രീ സാപ്സും മറ്റേതും മറിച്ചൊക്കെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ for them it is totally up to them whether they want to do it or not. But as a layman, for a person like you who considers his car as a commodity to go from point A to point B, it is wise that he thinks ഈ രീതിയിൽ ചിന്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഉപദേശമാണ് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഇതുപോലുള്ള വാഹനങ്ങളിൽ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ വാല്യൂ ആഡ് സർവീസ് നമുക്ക് നിർബന്ധമായിട്ട് വേണം. കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ട്. പക്ഷേ ഒത്തിരി ഞെരുങ്ങിയൊക്കെ EMI ഒക്കെ അടയ്ക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അട്ടർലി ഒരു വേസ്റ്റാണ്. കാരണം നമ്മുടെ വണ്ടി ടോട്ടലി പേ ചെയ്യാൻ അത്ര രൂപയാവുള്ളൂ. അപ്പോൾ ഒന്നും ഇത് നെസസറി ആയിട്ടുള്ള ആൾക്കാർ, അതായത് വണ്ടി അതുപോലെയൊക്കെ നിൽക്കണം എന്നല്ലെങ്കിൽ തോന്നുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രോസസ്സുകൾ ചെയ്യാം. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും ലോ കോസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിളുകൾക്കും ഒക്കെ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ തിളക്കം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 വർഷത്തോളം നമ്മൾ ഈ ഒരു വാഹനം നമ്മൾ കറക്റ്റായിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ഒരു തിളക്കക്കുറവൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ പോലുള്ള എക്സ്പേർട്സിനടുത്ത് പോവുക. എക്സ്പേർട്സിനടുത്ത് പോയി സംസാരിച്ച് എന്താണ് ചെയ്യുന്നത്, അതായത് നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് നമ്മുടെ വണ്ടി കോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കൃത്യമായിട്ടുള്ള എക്സ്പേർട്സ്, അതായത് ബിസിനസ് ആംഗിളിൽ മാത്രം കാണുന്നവരല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയി സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ വണ്ടിക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. കൃത്യമായിട്ട് ഇപ്പോൾ 5 വർഷം ആയതുകൊണ്ട് ഓൾറെഡി ചെറിയ മാർക്കുകൾ വീണിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് കൃത്യമായിട്ട് കഴുകി കഴിഞ്ഞാൽ ഇതിന് മൈക്രോപോസ് എല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അത് ഒരു റീസ്റ്റോറേഷൻ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ 20,000 30,000 രൂപ മുടക്കി ചെയ്യേണ്ട ഈ വണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു
ഐ ഡോണ്ട് നോ, എന്നാൽ ഏകദേശം ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് ഈ ഒരു വണ്ടിയുടെ വീഡിയോ അല്ലെങ്കിൽ ആ വണ്ടി എന്താണ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ആ വണ്ടിക്ക് ഏകദേശം 9,000 രൂപ, 8 വർഷത്തോളം പഴക്കമുള്ള വേണയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്ന വേണ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത് 9,000 രൂപയെങ്കിൽ ചിലപ്പോൾ ഇതൊരു 7,000 6,500 രൂപ ആകുള്ളായിരിക്കും അല്ലേ? അത്ര ഏകദേശം between 7 to 8. 7,000-8,000 രൂപയ്ക്ക്, അതായത് 3 വർഷം കഴിയുമ്പോഴത്തേന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ വീണ്ടും വണ്ടി പുതിയതുപോലെ ആക്കാനായിട്ട് പറ്റും. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ വേണ ഇവിടെ എന്താണ് ചെയ്യുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് വരെയുള്ള എന്ത് സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് തോന്നുന്നത് ഇതൊരു ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്യാം. അപ്പം മോനിഷ് ജി എഡ്ജ് ഡീറ്റെയിലിംഗ് സർവീസസ് ആണ്, ട്രിവാൻഡ്രമാണ്. ഞാൻ കണ്ടതിൽ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചതിൽ വെച്ച് വളരെ ജെന്യൂൻ ആയിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്, കാരണം എന്നോട് വേണമെങ്കിൽ പറയാം, റോബിൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഈ വണ്ടി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി നശിച്ചു പോയി, 15,000 രൂപയുടെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് കൃത്യമായിട്ടുള്ള അഡ്വൈസ് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ഇതിന് വണ്ടി കഴുകുന്നതിനെക്കുറിച്ചോ അല്ല വണ്ടി പ്രൊട്ടക്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ ഏത് ഡീറ്റെയിലിംഗ് ആണ് ചെയ്യേണ്ടതിനെക്കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാം. ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. ഇറ്റ്സ് വെരി ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പം ഇത്ര നേരം സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആ വണ്ടിയെക്കുറിച്ചാണ്. സോ വി വിൽ ഡു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും. ഓക്കെ, ഇത് രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറയുന്നതുകൊണ്ട് നമ്മുടെ ഒരു ലോഗ് ഓഫ് ഞാനിവിടെ പറയണം, എന്നിട്ട് ഞാനത് ലിങ്ക് ഇടാം, എന്നിട്ട് നിങ്ങൾക്ക് അത് കണ്ണു ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ റോബിൻ ഷോയിൽ ഇതുപോലുള്ള ധാരാളം ഇൻഫോർമേറ്റീവ് കണ്ടൻസ് കൊണ്ടുവരും, പ്രത്യേകിച്ച് ഇതേപോലെ എക്സ്പോർട്സിനെ കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പെർട്ടുള്ള അഡ്വൈസ് വേണമെങ്കിൽ ഇദ്ദേഹത്തെ വിളിക്കുക. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.